ഹായ്. അപ്പോൾ ഇതാണ് എൻ്റെ വീട് കേട്ടോ. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാണ്. വീടൊക്കെ കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും ചോദിക്കലുണ്ടായിരുന്നു വീട് എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളത്. ഇത് നമ്മളെ സിറ്റ് ഔട്ട് ഇട്ടാ നിലം നമ്മളിത് ഇട്ടതാണ്, മറ്റേ കാർപ്പറ്റ് വിരിക്കാന്നറിയില്ല, അത് വിരിച്ചതാണ് കേട്ടോ. അപ്പം നമുക്ക് ഡോറൊന്ന് ചാരട്ടെ കേട്ടോ. നമുക്ക് ഉള്ളിൽ കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ വീടിൻ്റെ ഉള്ളിൽ. ഹാൾ ഇതാണ്. ലൈറ്റില്ലേ? അപ്പം നമ്മുടെ ഹാൾ ഇതാണ് കേട്ടോ. എന്നാ പിന്നെ ഒരു ടേബിള്, പഴയ ടേബിളാണ് കേട്ടോ, നല്ല ടേബിളൊന്നുമല്ല. പിന്നെ അങ്ങനെ നമ്മളെ റൂമ് ഞാൻ മോളും പകൽ കിടക്കുന്ന റൂം. ഞങ്ങൾ രാത്രി ഇവിടെ നിൽക്കലില്ല കേട്ടോ, പകൽ മാത്രമേ നിൽക്കുള്ളൂ. അപ്പോൾ ഞാനും മോളും പകൽ നിൽക്കുന്ന റൂമാണിത്, കട്ടിലാണിത്. പിന്നെ ഫാന്, നമ്മളെ സീലിംഗ് ഫാൻ റൂമിലില്ല കേട്ടോ. ഞാൻ അത് ഫിറ്റ് ചെയ്യണം. അതിപ്പോൾ ഒഴിവ് കിട്ടിയിട്ടില്ല, അത് റൂമിലില്ല, അതൊന്ന് ഫിറ്റ് ചെയ്യണം. പിന്നെ ഇതൊക്കെ ഡ്രസ്സ് നമ്മൾ എന്താ പറയുക, അയലിൽ നിന്ന് കൊടുത്തിരുന്ന ഡ്രസ്സാട്ടോ. എനിക്ക് ടൈമില്ലാത്ത കാരണം ഇവിടെ കൂട്ടിയതാണ്. ഇനി അതിങ്ങനെ ഓരോന്നോരോന്ന് മടക്കി വെക്കണം, ഉള്ള സമയത്തിനനുസരിച്ച് മടക്കി വെക്കും. ഇത് പിന്നെ എൻ്റെ മോളൊരു ഫോട്ടോസാണ് കേട്ടോ. എൻ്റെ മോളൊരു ഫോട്ടോസ്. ഞാൻ ഫോണൊക്കെ ചാർജ് ചെയ്ത് ഇവിടെയാണ്. അപ്പോൾ അങ്ങനെ ഇതാണിപ്പം ഈ റൂം കേട്ടോ, നമ്മൾ കണ്ട റൂം. ഇതിൽ കറക്റ്റാണ് ഇട്ടുകള്. പിന്നെ അങ്ങനെ പിന്നെ നമ്മൾ ബാത്റൂമാണ് കേട്ടോ, ഒരു ചെറിയൊരു ബാത്റൂമാണ് ഹാളത്തെ. പിന്നെ ഇത് മോളെ സൈക്കിള്, അതൊക്കെ ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. മോളെ സൈക്കിള് ഉപയോഗിക്കണേ ഇല്ല. ചെറുതാകുമ്പോൾ 4 വയസ്സിൽ മേടിച്ചതാണ്, ഇപ്പോൾക്ക് 10 വയസ്സായി. 6 വർഷമായി സൈക്കിൾ ഇങ്ങനെ ഇരിക്കുന്ന. അവൾക്കും അത്ര ഇതില്ല. നമ്മളെ കോണിൻ്റെ മേലൊക്കെ ഉള്ളാക്കത കേട്ടോ. അങ്ങനെ കാണൂല, അങ്ങനെ കാണാൻ പറ്റണില്ല. മേലൊക്കെ ഒന്ന് കയറാൻ എനിക്ക് വയ്യ, നോമ്പല്ലേ. പിന്നെ കോണീൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. കോണിയൊക്കെ വെറും തറയാണ്. താറാന്ന് പറയുമ്പോൾ എങ്ങനെ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചിരട്ട മേലെ കൊണ്ടിടാൻ വേണ്ടിയിട്ട് ഞാൻ ചിരട്ട ഒക്കെ ഇവിടെ വെക്കും. പിന്നെ സൗകര്യം പോലെ മേലെ കയറുമ്പോൾ ഇടാലോ വിചാരിച്ചിട്ട്, അതാണ് കേട്ടോ. പിന്നെ അതിനൊരു ടൈം കിട്ടിയിട്ടില്ല, ഈ പോകുന്ന കാരണേ ഒന്നിനും സമയമില്ല കേട്ടോ. പിന്നെ ഇത് കുറേ ഞാൻ അടിക്കണ ആളല്ലേ, അപ്പം ഇതിൻ്റെ അടിക്കണ സംഭവം സാമഗ്രികളൊക്കെയാണ് കേട്ടോ. അടിക്കാൻ കൂടുന്നതും അടിക്കാനുള്ളതും പിന്നെ അങ്ങനെ യൂസ് ചെയ്യാത്ത സാധനങ്ങളൊക്കെ ഇവിടെ കൂട്ടിയതാണ്. ഒന്നും ഒരു ഓർഡറിൽ വെക്കും, പിന്നെ എന്തെങ്കിലും തപ്പുമ്പോൾ ഒക്കെ കുഴച്ച് മറിയും, അതാ സംഭവം. ഈ റൂം യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ ഒരു ഫാനുണ്ട്, ഈ റൂമിലത്തെ ഫാൻ എടുത്തിട്ടാണ് മറ്റൊടത്തൊക്കെ വെക്കാൻ, അതാ സംഭവം. പിന്നെന്താ വെച്ചാൽ നമ്മൾ അയലിലിടുന്ന ഇതാണ് കേട്ടോ. ഇവിടെ ഒക്കെ ഒന്ന് തോരുന്ന സ്ഥലമാണ് ഇവിടെ. പിന്നെ നമ്മൾക്ക് മെഷീൻ ഇട്ടിട്ടുള്ള നമ്മൾ ഈ റൂമിലാണ് കേട്ടോ. റൂമെല്ലാം ഇതൊരു ബാത്റൂമാണ്, അപ്പോൾ ഇത് പണി ചെയ്യാത്തൊരു ബാത്റൂമാണ്. അപ്പോൾ കാരണം ഇതിൽ മെഷീൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മളെ വീട്. 2 റൂമാണ് കേട്ടോ ഉള്ളത്, 2 ബാത്റൂം. അതിലൊരു ബാത്റൂമിൻ്റെ പണി കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇത് കിച്ചൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ലൈറ്റിലിട്ട് കിച്ചൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. കിച്ചണിലൊക്കെ ഇപ്പോൾ കുറേ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒന്നും തുടച്ചിട്ടോ ക്ലീൻ ആക്കിയിട്ടൊന്നുമില്ല. ഞാൻ ഫുഡിൻ്റെ പരിപാടിയിലുള്ളതാണ് കേട്ടോ. പിന്നെ ഇതാ പാത്രങ്ങളൊക്കെ കഴുകാൻ കിടക്കുന്നത് രാവിലെ തന്നെ എടുത്തതാണ് കേട്ടോ വീഡിയോസ്, അതാണ് അങ്ങനെ കിടക്കുന്നത് നമ്മുടെ കിച്ചൺ ഇത്ര. പിന്നെ ഇതാ കുറച്ച് റാക്കിൻ്റെ മേലൊക്കെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് അങ്ങനെ. ഫ്രിഡ്ജ് കേടന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫ്രിഡ്ജ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, ഇനിയിപ്പോൾ നന്നാക്കാതെ ഒന്നും നടക്കില്ല. അപ്പോൾ ഇതാണ് നമ്മളെ വീഡിയോ. പിന്നെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, എൻ്റെ വീട്ടിലെല്ലാവർക്കും ഉണ്ടോയെന്ന് അറിയില്ല. കണ്ടോ നിങ്ങൾ, ഇങ്ങനെ പെയിൻറ്റ് പൊളിഞ്ഞ് പോരുന്ന്. അതിനിപ്പോൾ വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് ശരിയാക്കണം എന്ന് പറയുന്നതൊക്കെ പൊളിച്ചിട്ടിട്ട്, അതെന്താ സംഭവം എന്നുള്ള അറിയില്ല കേട്ടോ. അങ്ങനെ അടിയിൽ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ, ഹാളിൽ ഒരു ഭാഗത്ത് മാത്രം, ബാക്കി എവിടെ ഇല്ല കേട്ടോ. അത് എന്താണെന്നുള്ളത് അറിയില്ല. സിറ്റ് ഔട്ടിൻ്റെ അവിടെ അങ്ങനത്തെ ഏരിയയിലൊന്നും ഇല്ല കേട്ടോ. അവിടെ ഒന്നുമില്ല സംഭവങ്ങൾ കണ്ടോ, വേറെ എവിടെ ഇല്ല. അപ്പം ഇതാണ് എൻ്റെ വീഡിയോ. നമ്മളെ ഹോം ടൂർ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഹോം ടൂർ കണ്ടല്ലോ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഈ കൊച്ചു വീട്ടിൽ ഞാനും മോളും ഹാപ്പിയാണ്. ഞാനും മോളും മാത്രം കേട്ടോ ഇവിടെ ഉള്ളത്. രാത്രി നിൽക്കലില്ല കേട്ടോ, പകലാ നിൽക്കാറ്. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. നമുക്ക് എന്താ പറയുക, പൈസൻ്റെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ, ബാക്കിയൊന്നും കുഴപ്പമില്ല. ഒക്കെ റാഹത്താണ്. പാടത്താണ് വീട് നിൽക്കുന്നത് കേട്ടോ. അതിൻ്റെതായിട്ടുള്ളൊരിതുണ്ട് മഴക്കാലത്ത്. അല്ല ഇപ്പോൾ ഒന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ, നല്ല ഹാപ്പിയാണ്. ഇപ്പം ഞാനൊരു വർക്കിന് പോകുന്നുണ്ട്, കുഴപ്പമില്ല. പൈസൻ്റെ നമ്മളിങ്ങനെ കടം മേടിച്ചിട്ട് ഞങ്ങൾ വീട് പണി ചെയ്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ലോൺ എടുത്തിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല, എന്നെ ചെയ്യൂല. അതുകൊണ്ടാണ് ഇതിങ്ങനെ കിടക്കുന്നത്. നമ്മൾ കയ്യിൽ പൈസ കിട്ടുമ്പോൾ അതിനനുസരിച്ച് ചെയ്യാമെന്നല്ലാതെ ലോണിൻ്റെ കാര്യത്തിലേക്ക് പോയിട്ടില്ല. എടുത്താൽ പിന്നെ കുടുങ്ങി പോവുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വീട് കാണുന്നത്. അല്ലെങ്കിൽ ഒരു 1-2 ലക്ഷമൊക്കെ ലോൺ എടുത്താൽ ഫുള്ള് പണിയും കഴിയുക. ഇനി നിലം പണിയും പുറം തേക്കാനുള്ളൂ, അത് രണ്ടും ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾ ലോണിക്ക് പോവാത്തത് കാരണമാണ് ഇങ്ങനെ കിടക്കുന്നത്.
അതുകൊണ്ട് റാഹത്തായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോം ടൂർ കാണിക്കുമെന്ന്, 2-3 ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നോമ്പല്ല, അപ്പോൾ ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞാൻ ചെയ്തതാണ് കേട്ടോ. മറ്റേ സമയം കിട്ടാത്ത പ്രശ്നം എനിക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയറും ചെയ്യണം കേട്ടോ. ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ എന്താ